കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വിജിലൻസിന് മുന്നിൽ ഒറ്റ അഭ്യർത്ഥന മാത്രം. തന്റെ ഫോട്ടോ ചാനലുകളിലും പത്രങ്ങളിലും വരരുത്. കണ്ണൂർ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി മുഹമ്മദ് അസ്ലമാണ് വിജിലൻസിന് മുന്നിൽ ഈ ആവശ്യം വെച്ചത്. കൈക്കൂലി പരാതിയിൽ നേരത്തെ വിജിലൻസ് മുഹമ്മദ് അസ്ലമിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പ്രൊജക്ട് സീറോയിലെ രണ്ടാമത്തെ അറസ്റ്റ് കണ്ണൂരിൽ നടത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറായി താൽക്കാലിക ജോലി ചെയ്യുന്ന താഴെചൊവ്വ സ്വദേശി പി മുഹമ്മദ് അസ്ലം പിടിയിലായപ്പോൾ കരഞ്ഞ് വിജിലൻസിനോട് പറഞ്ഞത് ഒറ്റ കാര്യം മാത്രം: തന്നെ പിടികൂടിയ കാര്യം വാർത്തയാകരുത്, ചാനലുകളിലും പത്രങ്ങളിലും ഫോട്ടോ വരാൻ പാടില്ലെന്ന അഭ്യർത്ഥനയായിരുന്നു നടത്തിയത്. അതൊക്കെ കൈക്കൂലി വാങ്ങുമ്പോൾ ആലോചിക്കണമെന്ന മറുപടിയായിരുന്നു വിജിലൻസിന്റെ ഭാഗത്ത്. കുറ്റകൃത്യം ചെയ്താൽ അത് മാധ്യമങ്ങളിൽ വരും, അതെങ്ങനെ വിജിലൻസിന് തടയാൻ കഴിയുമെന്ന ചോദ്യവും വിജിലൻസ് പ്രതിയോട് ചോദിച്ചു. നേരത്തെയും മുഹമ്മദ് അസ്ലമിനെതിരെ പരാതി ഉണ്ടായിരുന്നു. അന്ന് വിജിലൻസ് താക്കീത് ചെയ്ത് വിട്ടയച്ചതാണ്. എടക്കാട് സോണൽ ഓഫീസിൽ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ 2 തവണ പരിശോധന നടത്തിയിരുന്നു. അന്ന് ഒരു ഉദ്യോഗസ്ഥക്കെതിരെ കേസെടുക്കാൻ വിജിലൻസ് സർക്കാരിനോട് അനുവാദം തേടുകയും ചെയ്തിരുന്നു. താൽക്കാലിക ജീവനക്കാരനായ മുഹമ്മദ് അസ്ലമിന് അന്ന് തന്നെ ഡിവൈഎസ്പി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിച്ചയാളെ 10 മാസമാണ് ഇയാൾ നടത്തിച്ചത്. 20,000 രൂപയാണ് അസ്ലം കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ഇതിൽ 15,000 രൂപ വാങ്ങുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി പ്രതി പിടിയിലായത്. പരാതിക്കാരനോട് ആദ്യം താഴെ ചൊവ്വയിൽ പണവുമായി എത്താനായിരുന്നു പ്രതി ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീടത് പ്ലാസ ഭാഗത്തേക്ക് മാറ്റി. പെട്ടെന്ന് അതും മാറ്റി കാൾടെക്സ് ഭാഗത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ പ്രതി പിടിക്കപ്പെടാതിരിക്കാൻ സ്ഥലങ്ങൾ മാറ്റി പറഞ്ഞാണ് നീങ്ങിയത്. ഇതെല്ലാം കൃത്യമായി വിജിലൻസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാൾടെക്സ് ഹോട്ടൽ പരിസരത്ത് വെച്ചാണ് കൈക്കൂലി വാങ്ങിയ 15,000 രൂപ സഹിതം മുഹമ്മദ് അസ്ലം പിടിയിലായത്. പ്രതിയുടെ മോട്ടോർ സൈക്കിളും വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുടെ താഴെ ചൊവ്വയിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി. ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന് പുറമെ ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, PA ബിനു മോഹൻ, SIമാരായ രാധാകൃഷ്ണൻ, PP നിജേഷ്, R പ്രവീൺ, K രാജേഷ്, EV ജയശ്രീ, ASIമാരായ സജിത്ത്, EK രാജേഷ്, സീനിയർ CPOമാരായ സുകേഷ് കുമാർ, ഷിബു, വിജിൻ, ഹൈറേഷ്, അജേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.